ഇനിയും നിമിഷ പ്രസംഗത്തിനുള്ള സമയമാണ്. ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കുക, ആ സമയം നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം മാറ്റിയെടുക്കുക, ചിട്ടയോടെ സംസാരിക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ വളർത്തുക. ഇതൊക്കെയാണ് നമ്മൾ നിമിഷ പ്രസംഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ നിമിഷ പ്രസംഗ അവതാരക നമുക്കൊരു അതിഥി ആണെന്ന് പറയാം, ശ്രീമതി റെജീന ഇസ്മായിൽ. എറണാകുളം സ്വദേശിയായ റെജീന ബഹ്റൈനിൽ പ്രോജക്റ്റ് മാനേജറായി ജോലി ചെയ്തു വരുന്നു. ഒരു നല്ല കയ്യടി കൊടുത്ത് സ്നേഹപൂർവ്വം നിമിഷ പ്രസംഗം അവതരിപ്പിക്കാനായി ശ്രീമതി റെജീനയെ ക്ഷണിച്ചുകൊള്ളു. നന്ദി. ഇന്നിവിടെ നമ്മുടെ 135 അധ്യായത്തിലെ ഇന്നത്തെ പരിപാടിയിലെ നിമിഷ പ്രസംഗ അവതാരികയായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിമിഷ പ്രസംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും ഇവിടെ നിൽക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ പ്രസംഗ കല എന്ന നൈപുണ്യത്തെ വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. നിമിഷ പ്രസംഗം എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് നൈപുണ്യം അതിൽ വേണം. കാരണം ആ ഒരു സമയപരിധിയിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിന്തിച്ച് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഉത്തരങ്ങൾ അതിനനുസരിച്ച് ആ ഒരു സമയപരിധിയിൽ നിന്ന് സംസാരിക്കുക, അതൊരു നല്ലൊരു കഴിവ് തന്നെയാണ്. ആ ഒരു നൈപുണ്യം നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ആരെങ്കിലും ഇതിലേക്ക് കടന്നു വരാൻ തയ്യാറാണോ? വോളണ്ടിയേഴ്സ് ആയിട്ട് ഈ ഒരു പ്രത്യേക വിഷയത്തിൽ സംസാരിക്കാൻ ആരെങ്കിലും റെഡിയാണോ? കുറച്ച് അവിവാഹിതരെയൊക്കെ പറഞ്ഞു, അവരൊക്കെ റെഡിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കട്ടെ. ഫസ്റ്റ് എനിക്ക് കുറച്ച് പരിചിതമായിട്ടുള്ള മുഖങ്ങളുണ്ട്. നൗസാറിനെ എനിക്ക് പരിചയമുണ്ട്. നമുക്ക് ആദ്യമായി തന്നെ ആരംഭിക്കും. കുറച്ച് വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് സംസാരിക്കും. ഇവിടെ കിട്ടിയിരിക്കുന്ന വിഷയം പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ്. നമസ്കാരം. ആദ്യമായി നന്ദി പറയുന്നു SNC സ്പീക്കേഴ്സ് ഫോറം ടീംസിനും, പ്രത്യേകം വിശ്വനാഥൻ സാറിനും ഈ ക്ഷണം നൽകിയതിന്. ഇന്നെനിക്ക് നൽകിയ വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മലയാളം വേർഡിനാണ് തപ്പുന്നത്, പ്രാധാന്യം അർഹിക്കുന്നത്. അതെ, എല്ലാവരും സംസാരിച്ചത് മുതൽ, അതിൻ്റെ മൗന പ്രാർത്ഥന മുതൽ എല്ലാം ഈ ഒരു വിഷയത്തിലേക്ക്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വിഷയത്തിലേക്ക് ഊന്നിക്കൊള്ളുകയായിരുന്നു. അതിൻ്റെ പ്രാധാന്യം ഇനിയും ഞാൻ അതേ രൂപത്തിൽ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമ്മൾ ഓരോരുത്തരാൽ കഴിയുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ മുതൽ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ സ്ട്രോ ഉപയോഗിക്കുന്നത് മുതൽ, ചെറിയ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മുതൽ, ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മളത് നമ്മുടെ സൈഡിൽ നിന്നും ഓരോരുത്തരും
ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള പ്രാധാന്യം മക്കളിലേക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നതൊക്കെ ആയിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങൾ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ദുരിതം നേരിടുമ്പോൾ നമ്മൾ ഈ പ്രവാസ ലോകത്ത് ഇവിടെയാണ് എന്നത് അതിൻ്റെയാണ് നമ്മൾ ഊഹിക്കേണ്ടത്. നമ്മളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിൽ ആ ബോധം വരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും വീട് വെക്കുമ്പോഴും മറ്റു കൺസ്ട്രക്ഷൻ നടത്തുമ്പോഴും എല്ലാം അത്തരം കാര്യങ്ങളിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളും കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്കും അതിൽ പല പരിധികളുണ്ടെങ്കിലും പരമാവധി നമ്മളുടെ അപേക്ഷകളും പ്രോത്സാഹനങ്ങളും എല്ലാ രീതിയിലും അതിനാണ്. കൂടാതെ നമ്മുടെ ഒരു പുതിയ സ്ഥാപനം വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബഹ്റൈനിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ പ്രസ്ഥാനമുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മളത് അനൗൺസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നന്ദി നൗഷാദ്. പ്രകൃതി സംരക്ഷണം ഇന്ന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പോവാണ്. ആരെങ്കിലും തയ്യാറാണോ? നമ്മുടെ നർമ്മം അവതരിപ്പിച്ച ആള് റെഡിയാണോ? ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന് കിട്ടിയ വിഷയം പുതിയ തലമുറ. നർമ്മം അവതരിപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് പുതിയ തലമുറയെ പറ്റിയാണ് പറയാനുള്ളത്. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു പൊതുവെ പഴയ തലമുറ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് പുതിയ തലമുറേനെയാണ്. പക്ഷേ വളരെ എനിക്ക് ചെറിയ ഇംഗ്ലീഷ് വാക്കൊക്കെ ഉപയോഗിക്കാമല്ലോ അല്ലേ, വളരെ ഫന്റാസ്റ്റിക് ആയിട്ടുള്ള വളരെ പുതിയ ഐഡിയകളൊക്കെ ഉള്ള ഒരു തലമുറ എന്ന് പറയുന്നത് പുതിയ തലമുറയാണ്. അവരെല്ലാ തരത്തിലും ഐക്യൂലാണെങ്കിലും നമ്മുടെ അവരുടെ കാര്യങ്ങളിൽ അവർ വളരെ ഉയർന്ന് നിൽക്കുന്ന ഒരു ഇതാണ് പുതിയ തലമുറ. അപ്പം ശരിക്കും നമുക്ക് എന്തുകൊണ്ട് പുതിയ തലമുറയെ പഴയ തലമുറ കുറ്റം പറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ അവരുടെ കൂടെ ഓടിയെത്താത്ത അത് കൊണ്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം അവരെപ്പോഴും പുതിയ കാര്യങ്ങളെപ്പറ്റി, നമ്മൾ പഴയ തലമുറക്കാർ പഴയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറയണമെങ്കിൽ അവർ അത് അങ്ങനെയല്ല. അവർ കുറച്ചുകൂടി അഡ്വാൻസിൻ്റെ ഒരു കുറച്ചുകൂടി കടന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നു. എളുപ്പത്തിൽ കാര്യങ്ങൾ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ പുതിയ പരിഷ്കാരങ്ങൾ അവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട്, പഴയ തലമുറയെ സംബന്ധിച്ചിട്ട് അതെല്ലാം വളരെ എന്താ പറയുക, ശരിയല്ലാത്ത കാര്യങ്ങളായിട്ട് തോന്നുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്ക് വളരെ അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക, അവരുടെ ആശയങ്ങൾ അതിനെ പ്രാവർത്തികമാക്കാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ എപ്പോഴും കുറ്റം പറയാനും അവരുടെ ആശയങ്ങൾ ശരിയല്ല എന്ന് തോന്നും. പക്ഷേ അതേപോലെ ഈ പുതിയ തലമുറയ്ക്ക് തെറ്റ് പറ്റുന്ന സമയങ്ങളിൽ അവരുടെ കൂടെ അവർക്ക് വേണ്ട നേർവഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. എല്ലാവരും പൂർണ്ണരൊന്നും അല്ല, അപ്പോൾ അവർക്കും തെറ്റുകൾ പറ്റാം. പക്ഷെ ഒരിക്കലും എനിക്ക് തോന്നുന്നത് പുതിയ തലമുറ എന്ന് പറയണമെങ്കിൽ അപ്പോൾ നമ്മളും ഒരു സമയത്ത് ഒരു പുതിയ തലമുറയായിരുന്നു അല്ലേ. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ പഴയ ആളുകൾ നമ്മളെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നതെന്നും നമ്മളെങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറയെ കൈകാര്യം ചെയ്തിരുന്നതെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളും അവർക്ക് കൂടുതൽ അവരുടെ കൂടെ നിന്ന് ആ പുതിയ തലമുറയെ ഒരു പഴയ തലമുറയാക്കാനുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും നന്ദി. അടുത്ത വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോവിന്ദൻ.
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയ വിഷയം വാർത്താ മാധ്യമങ്ങളുടെ പങ്ക്. വാർത്താ മാധ്യമങ്ങളുടെ പങ്ക് വിശദീകരിക്കുന്നതിലും അപ്പുറത്താണ്. കാരണം നമ്മൾ ഓരോ സുപ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പം ആദ്യം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും എത്തിക്കുന്നത് വാർത്താ മാധ്യമങ്ങളാണ്. അതിൽ ചില മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കും, ചില മാധ്യമങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടുള്ള രാഷ്ട്രീയ ചൊവ്വയില്ലാതെ പ്രസിദ്ധീകരിക്കും. അതല്ല ഇതിൻ്റെ വിഷയം. മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് നമ്മൾ ആരും അറിയില്ല. അപ്പോൾ അത് അറിയിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഓരോ മാധ്യമങ്ങൾക്കും ഉണ്ട്. അവരുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തമുണ്ടായി. രാവിലെ എഴുന്നേറ്റ് TV തുറന്ന ഉടൻ കണ്ടത് വയനാട്ടിൽ ഒരാൾ മരിച്ചു, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ വാർത്താ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ കിട്ടാൻ സാധിക്കുന്നത്. ഇന്നത്തെ പരിഷ്കരിച്ച എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ കൂടി വാട്സപ്പ് അങ്ങനെയുള്ള പല സോഴ്സുകളിൽ കൂടിയും നമ്മൾ അറിയുന്നുണ്ട്. അതിൻ്റെ പങ്ക് വളരെ മഹത്തരമാണ്. അത് ഏതായാലും നമ്മൾ ജനോപകാരപ്രദമായ മാധ്യമ പ്രവർത്തനം വളരെ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. കിട്ടിയിരിക്കുന്ന ടോപ്പിക് അച്ചടക്കം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അച്ചടക്കം ആണ്. അച്ചടക്കം എന്ന് പറയുമ്പോൾ നമ്മളൊരു വേദി പങ്കെടുപ്പോഴും വേദിയിലിരിക്കുന്നവരും നമ്മൾ ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം. ആദ്യമായി നമ്മൾ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളൊരു അച്ചടക്കത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് ഉള്ള പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാത്തിനും നമുക്ക് ഒരു നൈപുണ്യം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അച്ചടക്കം എന്നും പറയുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിന് പോയാലും ഒരു അടുക്കും ചിട്ടയോടുകൂടി നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ മാത്രമേ നമുക്കതൊരു കാര്യം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിനൊരു അച്ചടക്ക ബോധം നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം നമുക്ക് സാഫല്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നിരവധി ഇപ്പം നമ്മൾ വെള്ളപ്പൊക്കം ഇപ്പോഴും നമ്മളുണ്ടായ ലാൻഡ് സ്ലൈഡിൽ നോക്കിയാലും അവിടുത്തെ അച്ചടക്കം ഇല്ലായ്മ കൊണ്ടാണ് അവിടെ അത് സംഭവിക്കാനുണ്ടായെന്ന് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. മീൻസ് കംപ്ലീറ്റ് പാറ ഉടയ്ക്കുക, മണ്ണ് ഇത് മാറ്റുക, മരങ്ങൾ വെട്ടിമുറിക്കുക, ഇങ്ങനെയുള്ള നിരവധി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവിടെയും നമ്മളൊരു അച്ചടക്കം ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഇന്ന് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ അച്ചടക്കത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവസാനമായി നിമിഷപ്രസംഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം അജിത് കുമാർ. ഗോപാൽ സാറിനെ സ്വാഗതം ചെയ്യാം. ജീവിത വിജയം. നമസ്കാരം. അധ്യക്ഷനും വേദിയിലിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും
എൻ്റെ വിനീത നമസ്കാരം. ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ജീവിത വിജയം. വിജയത്തിന് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഈ അച്ചടക്കമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ജീവിതത്തിന് തീർച്ചയായിട്ടും നല്ല അച്ചടക്ക ബോധവും നമുക്ക് കൃത്യനിഷ്ഠയുള്ളവർക്ക് മാത്രമേ ജീവിതം കൃത്യമായിട്ടത് വിജയപ്രദമാക്കാൻ പറ്റൂ. അപ്പോൾ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഓരോ പ്രവൃത്തിയും അതിൻ്റെതായ അച്ചടക്കത്തോട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായാലും ശരി, പിന്നെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനായാലും ശരി, കുട്ടികളിൽ പഠിപ്പിക്കേണ്ടത് ആദ്യം അച്ചടക്കം. അപ്പോൾ ഇതിൽ ഓരോ കാര്യത്തിലും നമുക്ക് വിജയം നമുക്ക് വരിക്കണമെങ്കിൽ അച്ചടക്കം കൃത്യമായിട്ട് നമ്മൾ ആ അച്ചടക്ക ബോധം നമുക്ക് സ്വയം ഉണ്ടാകണം. നമ്മൾ ഒരുമിച്ച് നമ്മൾ ഇരിക്കുന്ന കുട്ടികളായാലും ശരി, നമ്മളെ മക്കളായാലും ശരി, കുടുംബത്തെ ആയാലും ശരി, അവർക്ക് അച്ചടക്ക ബോധമുള്ളവരാക്കി വളർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അച്ചടക്കം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ നമ്മൾ ആകത്തെ കണക്ക് കൊണ്ട് നമ്മൾ വിജയിച്ചായിട്ട് ടോട്ടൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനാവില്ല. എങ്കിലും വാരിക്കടിച്ചുള്ള ഇടപാടാണെങ്കിൽ വാരി തൂറിക്കൊണ്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് വെതറിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ പ്രവൃത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വിജയിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ശില്പി ഒരു പ്രതിമ എക്സാം നമ്മൾ സങ്കല്പിക്കുക. അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായി ചെയ്ത് നമ്മൾ നോക്കുന്നത് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഫാൾട്ട് ഉണ്ടോന്നാണ്. 100% കൃത്യമായി ചെയ്താലും എവിടെയെങ്കിലും ഒരു ചെറിയ പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയമായിരിക്കും നമ്മൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു പരാജയം കാണിക്കാതിരിക്കണമെങ്കിൽ 100% അത് ക്ലിയറായി എന്ന് പറയണമെങ്കിൽ അച്ചടക്കത്തോട് കൃത്യമായിട്ട് അത് ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ അത് വിജയിപ്പിക്കാനാവൂ. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നത് എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. താങ്ക് യു. നന്ദി. പ്രസംഗക്കളരിയുടെ 135-ാമത് അധ്യായത്തിൽ നാം ഇന്ന് അവതരിപ്പിച്ച നിമിഷ പ്രസംഗം നമ്മുടെ വയനാട് ദുരന്തവുമായി ഏകദേശം ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പ്രകൃതി സംരക്ഷണം, അച്ചടക്കം, ജീവിത വിജയം എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇവിടെ സംസാരിച്ച എല്ലാവരും ആ ഒരു 2-3 പേരെങ്കിലും നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞാൻ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുത്തതും നമ്മുടെ ബാനറിൽ കൊടുത്തിരിക്കുന്ന വയനാട് ഉരുൾപൊട്ടൽ അതിന് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.